ഇലക്ഷൻ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കോട്ടയത്തും ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള സ്ഥാനാർത്ഥികളും ഒരേ സ്വഭാവത്തിലുള്ള പല വികസന പ്രക്രിയകളാണ് രണ്ട് സ്ഥലങ്ങളിലേക്കും വേണ്ടതും. പക്ഷേ രണ്ട് കാര്യങ്ങളിലും ഈ പറയുന്ന രണ്ട് സ്ഥലത്തുള്ള സ്ഥാനാർത്ഥികളും ഒരു തരത്തിലുള്ള അഡ്രസ്സിങ്ങും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം. നമുക്കറിയാം, പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടത് ലവ് ജിഹാദ് വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് പല പ്രാവശ്യം അനിൽ ആന്റണിയും അതുപോലെ ഞാനും പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന രണ്ട് സ്ഥലത്തുള്ള സ്ഥാനാർത്ഥികളും ഇതിനെക്കുറിച്ച് ഒരു മറുപടി പറയാൻ വേണ്ടി പോലും തയ്യാറാവുന്നില്ല. അവർ ഇതിന് അനുകൂലിക്കുന്നവരാണോ എന്ന് പറയണം. ഈ പറയുന്ന രണ്ട് സ്ഥലത്തും ഉണ്ടായിട്ടുള്ള പള്ളികളുടെ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഈ പറയുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി നിൽക്കുന്ന സംഘടന എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്. റബ്ബറിന് വേണ്ടിയും ആ സമുദായത്തിന് വേണ്ടിയും ഉണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന രണ്ട് വിഷയങ്ങളെയും അവർ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതായത് അവർ ഈ പറയുന്ന കോട്ടയത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും പറയാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതുപോലെ തന്നെ റബ്ബറിൻ്റെ വിഷയം എന്ന് പറയുന്നത് പത്തനംതിട്ടയിലും ഇവിടെയും ഒരേപോലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന എല്ലാ നിയോജകമണ്ഡലങ്ങളും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന റബ്ബർ വിഷയം. ആ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ രണ്ടും ഒരുമിച്ചെടുത്തിട്ടുണ്ട്. തീർച്ചയായും 250 രൂപയിലേക്ക് റബ്ബറിന്റെ വില കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവരാണ് ഈ രണ്ട് സ്ഥലത്തുള്ള സ്ഥാനാർത്ഥികളും എന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ മുഴുവൻ നമ്മുടെ വോട്ടർമാർക്കുണ്ട്. അതുതന്നെ ഞങ്ങളുടെ പ്രധാന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ചോദ്യം നിങ്ങൾക്ക് അല്ലെ അതെങ്ങനെ പറയുന്നത്? ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി AK ആന്റണിയുടെ അന്വേഷിച്ച ശേഷം അതിനെപ്പറ്റി ഉണ്ടെന്നുള്ള വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. കോടതിയിൽ ഇവിടെ അന്വേഷണം നടന്ന ശേഷം അതിന്റെ തെളിവുകൾ സഹിതം വന്നിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല, ഇവിടുത്തെ മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആളുകളും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾക്ക് ഏതായാലും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണിത്. ഇല്ല ഇന്ന് പിന്നെ ഈ പറയുന്ന ലവ് ജിഹാദ്, ഈ പറയുന്ന പിന്നെ കേരള സ്റ്റോറി പറഞ്ഞപ്പോൾ ഇത്രയും കൂടുതൽ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? ഇല്ലാത്ത കാര്യം അങ്ങനെ അല്ല, അത് ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഈ രണ്ട് വിഷയങ്ങൾക്ക് ഒരു മറുപടിയും ഇവർ പറയാൻ തരാത്തതുകൊണ്ടാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പള്ളിയിൽ പോയി അച്ഛനെ അറ്റാക്ക് ചെയ്തതും ശരിയല്ലേ? അല്ലല്ല, മണിപ്പൂരിലുണ്ടായ വിഷയം ഇതല്ലല്ലോ. മണിപ്പൂരിലുണ്ടായ വിഷയം ഇവിടുത്തെ ഏതെങ്കിലും BJP-ക്കാരെ പോയി അറ്റാക്ക് ചെയ്തോ? അല്ലല്ല, ഇത് നിങ്ങളിത് ഇപ്പൊ പറയുന്ന രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ നിങ്ങൾ മീഡിയ പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, നിങ്ങളെ ഞങ്ങൾ വികസന പ്രവർത്തനത്തിന്റെ വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാടുകൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ. അതിനുശേഷം ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ഇവർക്ക് എന്താ ആൻസർ ഇല്ലാതെ ഞങ്ങൾ ചോദിക്കുന്നത്. ലവ് ജിഹാദ് വിഷയം പറയുന്ന സമയത്ത് ഇവർക്ക് ആർക്കും ആൻസർ ഇല്ല. അതുപോലെ റബ്ബറിന്റെ വിഷയം പറയുന്ന സമയത്ത് ആൻസർ ഇല്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ എന്താ ഉത്തരം പറയാത്തത്? നിങ്ങൾ കേൾക്കില്ലായിരിക്കാം. പക്ഷേ ഇവിടെ 2 DGP-മാർ വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൂടാതെ ഇവിടുത്തെ മുൻ മുഖ്യമന്ത്രി, ഏതായാലും കേരളത്തിലെ അത്രയും കൂടുതൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി വേറെ ഇല്ല, അദ്ദേഹം വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തിനാ ഈ പറയുന്ന പിന്നെ ഇവിടെ എന്തോ അല്ല, അതിന് രണ്ടാമത് പരാതി പോയി അന്വേഷണം നടക്കട്ടെ. എന്നാൽ ഇവിടെ കാര്യങ്ങൾ പുറത്തു വരും. അന്വേഷിപ്പിക്കും, തീർച്ചയായിട്ടും, സംശയമില്ല. അല്ല, ഇതിനകത്ത് ഏതാണെങ്കിലും ലവ് ജിഹാദ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇവിടെ സാധാരണ മലയാളിക്കില്ല. തെറ്റുപറ്റിയിട്ടുണ്ടാവും, തീർച്ചയാണ്. അങ്ങനെ ഒരു ഏജൻസി അന്വേഷിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ് തെറ്റാണത്. ഏത് ഏജൻസി അന്വേഷിച്ചാലും
കഴിക്കുമ്പോൾ 1 കിലോ റബ്ബറിന്റെ വില ഇവിടെ ഉള്ള വില 180 രൂപയാണ്. ഇറക്കുമതി ചുങ്കും കയറ്റിറക്കുമതിയും കൂടി കൂട്ടുമ്പോഴത്തേക്ക് ഏകദേശം 240 രൂപ 250 രൂപ വരണ്ടാണെന്ന് റബ്ബറിന്. എങ്ങനെ ഇറക്കുമതി ചുങ്കവും കയറ്റിറക്കുമതി കൂലിയും കൂടെ വരുമ്പോൾ ഇന്ന് റബ്ബറിന്റെ വില ആഭ്യന്തര വിപണിയിൽ 240 രൂപയോളം വരേണ്ടതാണ്. നമ്മളിത് പറയുമ്പോൾ ഇവിടുത്തെ വൻകിട ടയർ കമ്പനിയായിട്ടുള്ള MRF അമിത്ഷായ്ക്ക് ഉൾപ്പെടെ നിക്ഷേപം നടത്തുന്ന വാർത്ത പുറത്തു വരുമ്പോഴാണ് എവിടെ MRF എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ അമിത്ഷായ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് നാണം വരുന്നില്ലേ? ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? ഇത് വെറുതെ രക്ഷപ്പെടാൻ. കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് വില കുറഞ്ഞത് ഈ പറയുന്ന NDA ഗവൺമെന്റ് പറഞ്ഞപ്പോഴല്ല, അതിന് മുമ്പ് വില കുറഞ്ഞതാണ്. ആ കാലഘട്ടത്തിൽ വില കുറഞ്ഞതിനേക്കാൾ ഇപ്പൊ വില കൂടി ഇത്രയും വർദ്ധിക്കുക. ഇപ്പൊ എങ്ങനെ കൂടി? കോമ്പൗണ്ട് റബ്ബറിനും അതുപോലെ നാച്ചുറൽ റബ്ബറിനും ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തു. ഇതിനു മുമ്പ് ഇല്ലായിരുന്നു. ഇപ്പൊ ഏഷ്യൻ കൺട്രിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ കോമ്പൗണ്ട് റബ്ബർ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടി ഇല്ലാതെ. അത് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുമ്പോൾ വില കൂടും. അത് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് കോമ്പൗണ്ട് റബ്ബറിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി 10% ഈ പറയുന്ന നമ്മുടെ ഏഷ്യൻ കൺട്രീസിന് വരുന്നത്. ആ ഡ്യൂട്ടി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ വിലയിലേക്ക് വരും. ഏതാണെങ്കിലും കഴിഞ്ഞ കാലത്തിൽ ഇപ്പൊ UPA സർക്കാർ ഇരുന്നതിനേക്കാൾ റബ്ബറിന് വില കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ജയിച്ചു വന്നാൽ റബ്ബറിന് വില കൂട്ടിയിരിക്കും. ഇപ്പൊ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞല്ലോ, വില വ്യത്യാസം ഉണ്ടായി. ഇപ്പൊ ഞാൻ പറഞ്ഞു 10% കോമ്പൗണ്ട് റബ്ബർ, അതായത് കോമ്പൗണ്ട് റബ്ബർ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് കളർ ചെയ്ത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏഷ്യൻ കൺട്രീസിൽ നിന്നാണ്. അതിന് 10% ഡ്യൂട്ടി ഉള്ളൂ. ആ ഡ്യൂട്ടി ഉള്ളത് കൊണ്ടാണ് ഈ വില കയറി പോകാത്തത്. അതിന് ഡ്യൂട്ടി ഞാനിപ്പോ ഈ പറയുന്ന റബ്ബർ ബോർഡിന്റെ ചെയർമാനുമായിട്ടും ഇതിന്റെ മിനിസ്റ്ററുമായിട്ടും പ്രധാനമന്ത്രിയുമായും ഡിസ്കസ് ചെയ്ത് ഉറപ്പ് വാങ്ങിക്കുന്നതിനേക്കാൾ വലുതാണോ നിങ്ങൾ പറയുന്ന കാര്യം? ഞങ്ങൾ ജയിച്ചാൽ ഏതാണെങ്കിലും 250 രൂപ റബ്ബറിന് വില കൊണ്ടുവന്നിരിക്കും. അത് ടെക്നിക്കലി അന്വേഷിക്കണം. പക്ഷേ ഈ റബ്ബറിന്റെ വില കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് റബ്ബർ ബോർഡുമായിട്ടും അതുപോലെ ഇതിന്റെ മിനിസ്റ്ററുമായിട്ടും എല്ലാവരും ഡിസ്കസ് ചെയ്ത് കൃത്യമായി അതിനുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യും. ഞങ്ങൾ ജയിക്കാൻ വേണ്ടി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന കുറെ ആരോപണങ്ങൾ എന്നുള്ള മാത്രമേ ഞങ്ങൾ കാണുന്നു. അതിനൊന്നും വില കാണുന്നില്ല ഞങ്ങൾ. ഇതിനെപ്പറ്റി ഒരു തരത്തിലും ഇതിപ്പോൾ സവർണ പാർട്ടിയാണ് BJP എന്ന് പറഞ്ഞു വെക്കാനാണല്ലോ ശ്രമിക്കുന്ന മുഴുവനും. അങ്ങനൊരു കാര്യം ഇല്ലല്ലോ. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഇവിടെ BJP ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ്? ഇവിടുത്തെ മന്ത്രിയായിട്ടുള്ള ആരാ? ഞാൻ തന്നെ ആരാണ്? ഈ പറയുന്ന അതൊന്നും പറയുന്നത് ഒരർത്ഥമുള്ള കാര്യമല്ല. അതൊക്കെ ഏതൊക്കെയോ കാലങ്ങളിൽ ആരൊക്കെയോ പറഞ്ഞ കഥകൾ പിന്നെയും പറയുന്നു മാത്രം. അതിനൊന്നും അർത്ഥം ഞങ്ങൾ കാണുന്നില്ല. അങ്ങനെയുള്ള ഇവിടെ എല്ലാ സമുദായത്തിന്റെ വോട്ടുകളും എല്ലാ ആളുകളുടെ വോട്ടും കോട്ടയെ സംബന്ധിച്ചോളം ആണെങ്കിലും പത്തനംതിട്ടയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വരുന്നതാണ്. കാരണം നാച്ചുറലായിട്ട് ഈ കഴിഞ്ഞ 15-10 വർഷക്കാലമായി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അതിന് മുമ്പ് ഈ പറയുന്ന ആളുകൾ വളരെ കൃത്യമായി ഭരണത്തിലുണ്ടായിരുന്നവരാണ്. ആ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ ഏതായാലും 400-ൽ പരം സീറ്റുമായിട്ട് NDA സർക്കാർ അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കേരളത്തിന്റെ ഡെവലപ്മെന്റ്, പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ ഡെവലപ്മെന്റ് എല്ലാം പത്തനംതിട്ട ഡെവലപ്മെന്റ് ഞങ്ങൾ ജയിപ്പിച്ചാലേ അവിടെ കൂടുതൽ വികസനം വരികയുള്ളൂ. അത് മനസ്സിലാക്കുന്ന ആളുകളാണ് ഉള്ളത്. അതിന് ജാതി പറഞ്ഞും മതം പറഞ്ഞും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല.